Fifth question. In a retail market, fruit vendors were selling mangoes kept in packing boxes. These boxes contained varying number of mangoes. The following was the distribution of mangoes according to the number of boxes. ഒരു ബോക്സിലുള്ള number of mangoes 50 to 52 mangoes ഉള്ള 15 boxes, 53 to 55 ഉള്ള 110 boxes. Same way 1, 2, 3, 4, 5 different classes ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കിവിടെ ക്ലാസ് ഇന്റർവൽ എന്നോ നമ്പർ ഓഫ് മാംഗോസ് എന്നോ എഴുതാം. 50 to 52. നെക്സ്റ്റ് ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക, 52 അല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, 53 ആണ്. 53 to 55. അടുത്തത് 55 അല്ല, 56 ആണ്. 58. നെക്സ്റ്റ് 59 to 61. അടുത്തത് 62 to 64 ആണ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്ലാസിന്റെ അപ്പർ വാല്യൂ അല്ല നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ വാല്യൂ. അങ്ങനെ വരുന്ന കണ്ടീഷനില് എച്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുന്നതാണ്. അതർവൈസ് നമ്മളിവിടെ എക്സ് ഐ കണ്ടുപിടിക്കുന്ന സമയത്ത് വരുന്ന ഡിഫറൻസ് എത്രയാണോ അതാണ് എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തായാലും നമുക്കിവിടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഈ ടേബിളിലെ ഫ്രീക്വൻസി നമുക്കൊന്ന് എടുത്തെഴുതാം. 15, 110, 135, 115, 25. ഇതിന്റെ സിഗ്മ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ ചെയ്താൽ നമുക്ക് 400 എന്ന ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് 400 ആണ്. അടുത്തത് നമുക്ക് എക്സ് ഐ കണ്ടുപിടിക്കണം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിഡ് വാല്യൂ അത് 51 ആണ്. ഇതിന്റെ മിഡ് വാല്യൂ 54 ആണ്. നെക്സ്റ്റ് വാല്യൂ 57, 60, 63. ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ വാല്യൂ അല്ല അടുത്തതിന്റെ ലോവർ വാല്യൂ എങ്കിൽ ഇവിടെയുള്ള ഡിഫറൻസ് എത്ര ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കേസിൽ തെറ്റാതെ വേണം ചെയ്യാൻ. ഇവിടെ വരുന്ന വാല്യൂസ് റെഗുലർ ആയിട്ടല്ല വരുന്നത്, അപ്പർ വാല്യൂ അല്ല അടുത്ത ലോവർ വാല്യൂ എങ്കിൽ അതിന്റെ ഡിഫറൻസ് രണ്ട് ക്ലാസിന്റെയും അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും കൂടെ ഡിഫറൻസിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതർവൈസ് ഇവിടെ നോക്കുക, 51ന്റെ കൂടെ 54 കിട്ടാൻ 3 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ 3 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ 3 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എച്ച് ആയിട്ട് 3 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് തെറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം അസ്യൂംഡ് മീൻ എ ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഒരു മിഡ് വാല്യൂ. ഇവിടെ ഞാൻ 57 ആണ് കൺസിഡർ ചെയ്യുന്നത്. 57 അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 57 എന്ന് എഴുതി വെക്കാം. ഇനി അടുത്തത് എച്ച് കൂടി ഞാൻ എഴുതി വെക്കുന്നു. ഇവിടെയുള്ള എച്ച് ഈസ് ഈക്വൽ ടു 3. ഇവിടെയുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് യു എ എഴുതാം. യു എ ഈസ് ഈക്വൽ ടു x1 മൈനസ് അസ്യൂംഡ് മീൻ. ഇവിടെയുള്ള അസ്യൂംഡ് മീൻ 57 ആണ്. ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് 3. 51ൽ നിന്നും 57 മൈനസ് ചെയ്താൽ നമുക്ക് -6 കിട്ടും. ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് -2. 54 minus 57 which is -3 divided by 3 which is -1. 57 minus 57 0 by 3 which is 0. 60 minus 57 3 by 3 which is 1. 63 minus 57 which is 6 by 6 which is 2. ഇനി നമുക്ക് എഫ് ഐ യു ഐ എഴുതാം. 51 into -2 -102. 54 into -1 which is -54. 57 into 0 0. 60 into 1 60. 2 into 63 126. ഇനി നമുക്ക് ഇതിനെ ടോട്ടൽ ചെയ്യാം. ഈ രണ്ട് വാല്യൂസ് ടോട്ടൽ ചെയ്താൽ 102 54. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ 156 കിട്ടും. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ പോസിറ്റീവ് വാല്യൂസ് 186 എന്ന് കിട്ടും. ഈ 186ൽ നിന്ന് 156 മൈനസ് ചെയ്യുക, 30 വിൽ ബി ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് ഐ യു ഐ നമുക്ക് എഴുതി വെക്കാം. സിഗ്മ എഫ് ഐ യു ഐ ഇസ് ഈക്വൽ ടു 30. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസും നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ അസ്യൂംഡ് മീൻ വിച്ച് ഈസ് 57 പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ വിച്ച് ഈസ് 30 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ വിച്ച് ഈസ് 400 into h which is 3. 0 0 cancel ചെയ്യാം. left with 57 plus 3 into 3 9 divided by 40. divided by 1 consider ചെയ്യുന്നു. common denominator ആയിട്ട് 40 upon 40 into 57 0 28 22 plus 1 into 9 9 is equal to
2289 divided by 40. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2289 divided by 4 into 10 എന്ന് എഴുതാം. ഇനി നമ്മൾ 2289 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2289 divided by 4 5 20 2 8 7 28 9 2 8 1. നമുക്ക് ആൻസർ എഴുതി വെക്കാം. 572.2 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഒരു 10 ഈസ് ഈക്വൽ ടു 57.22. ഇത് നമുക്ക് ബ്രാക്കറ്റിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതി വെക്കേണ്ടി വരും, കാരണം ഇവിടെ ഡിവിഷൻ എൻഡ് ആവുന്നില്ല. അപ്പൊ ഫൈനൽ ആൻസർ 57.22 എന്ന് എഴുതി വെക്കാം. Therefore, the average number of mangoes is equal to 57.22. Sixth question. The table below shows the daily expenditure of food of 25 households in a locality. ഒരു ലൊക്കാലിറ്റിയിലുള്ള 25 ഹൗസ് ഹോൾഡ്സിന്റെ ഡെയിലി എക്സ്പെൻഡിച്ചറിന്റെ ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഫൈൻഡ് ദ മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓഫ് ഫുഡ് ബൈ എ സ്യൂട്ടബിൾ മെത്തേഡ്. ഒരു സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ മീൻ കണ്ടുപിടിക്കുക. അപ്പോ ഈ ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്താൽ 25 കിട്ടും. 25 കിട്ടുന്നു. ആ ഒരു നമ്പർ ആണ് ഇവിടെയുള്ള ഫ്രീക്വൻസിയുടെ സം അല്ലെങ്കിൽ സിഗ്മ എഫ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ചെയ്യാത്ത അസ്യൂംഡ് മീൻ മെത്തേഡ്, അത് ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാം. Therefore, mean x bar is equal to അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ ആണ്. ഇവിടെ ഡി ഐ എന്താണ് അല്ലെങ്കിൽ ഡി ഐ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഡി ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ എന്ന് എഴുതാം. എക്സ് ഐ എന്ന് പറയുന്നത് മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് ആണ്, എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ. അപ്പൊ നമുക്ക് ഈ ടേബിളിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഡെയിലി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവൽ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ നമുക്ക് ഡെയിലി എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. അടുത്തതിൽ നമുക്ക് എക്സ് ഐ ആണ് എഴുതേണ്ടത്, ക്ലാസ് മാർക്ക് xi. നെക്സ്റ്റ് വാല്യൂ ഫ്രീക്വൻസി ആണ് fi. നെക്സ്റ്റ് ടേബിളിൽ ഡി ഐ ആണ്. ഡി ഐ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ടേബിളില് ഡി ഐയും എഫ് ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫ് ഐ ഡി ഐ. ഡെയിലി എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസ്സിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 100 to 150, 150 to 200, 200 to 250, 250 to 300, 300 to 350. അതിന്റെ ഫ്രീക്വൻസി കൂടി നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 4, 5, 12, 2 and 2. ഇതിന്റെ സിഗ്മ വാല്യൂ നമുക്കറിയാം. ടോട്ടൽ ആഡ് ചെയ്താൽ 25 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. സിഗ്മ എഫ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 25. 2 plus 2 4, 4 plus 12 16 plus 5 plus 4 which is 25. ക്ലാസ് മാർക്ക്, ഇതിന്റെ ക്ലാസ് മാർക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഐ ഇസ് ഈക്വൽ ടു 100 plus 150 divided by 2 is equal to 250 divided by 2 which is 125. 125. ഇവിടെ 150 xi is equal to 150 plus 200 divided by 2 is equal to 350 divided by 2 which is 175. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ 175. ഇവിടെ നമുക്ക് നോക്കാം എത്ര വീതമാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ 50 വീതമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റെഗുലർ ക്ലാസ് ആണ് താനും. അപ്പോ 50 വീണ്ടും അടുത്ത നമ്പറിന് വേണ്ടി ആഡ് ചെയ്യുന്നു. 175 പ്ലസ് 50 which is 225. അഗൈൻ 50 ആഡ് ചെയ്താൽ 275. അഗൈൻ 50 ആഡ് ചെയ്താൽ 325 എന്ന് എഴുതാം. അസ്യൂംഡ് മീൻ ഏതാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഒരു മിഡ് വാല്യൂ, ഈ ഒരു വാല്യൂവിനെ നമുക്ക് അസ്യൂംഡ് മീൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ എഴുതി വെക്കാം. അസ്യൂംഡ് മീൻ is equal to 225. അപ്പോ ഡി ഐ കണ്ടുപിടിക്കാൻ എക്സ് ഐയിൽ നിന്നും എ ആണ് മൈനസ് ചെയ്യേണ്ടത്. എക്സ് ഐ 125 ആണ്. ആദ്യത്തിൽ 125 മൈനസ് 225 ആണ്. 225 മൈനസ് ചെയ്യുന്നു. അപ്പൊ ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം 125 മൈനസ് 225 which is equal to 100 മൈനസ് 100 എന്ന് എഴുതാം. ഇവിടെ 175 നിന്ന് 225 മൈനസ് ചെയ്യുന്നു. 175 മൈനസ് 225 which is equal to minus 50. 225 minus 225 which is 0. ഇവിടെ 275 minus 225. 275 minus 225 which is
50. 325 minus 225 which is 100. അടുത്ത ടേബിളിലേക്ക് പോകാം. മൈനസ് 100 into 4 which is minus 400. Minus 50 into 5 which is minus 250. 0 into 12 0. 50 into 2 100. 100 into 2 200. ഇതിന്റെ എല്ലാം കൂടി സിഗ്മ, ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യണം. രണ്ട് മൈനസ് വാല്യൂസ്, അത് മൈനസ് 650 എന്ന് കിട്ടും. രണ്ട് പ്ലസ് വാല്യൂസ് 300. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മൈനസ് 350 എന്ന് എഴുതാം. അപ്പൊ ഇവിടെയുള്ള സിഗ്മ FI DI ഈസ് ഈക്വൽ ടു മൈനസ് 350. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മീൻ കണ്ടുപിടിക്കാം. മീൻ x bar is equal to a assumed mean which is 225 plus sigma FI DI which is minus 350 divided by sigma FI which is 25 is equal to 225 plus or minus minus ആണ്. 350 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ will be 14. 225 ൽ നിന്ന് 14 മൈനസ് ചെയ്താൽ 211 എന്ന ഫൈനൽ ആൻസർ കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. Therefore the mean daily expenditure of food is equal to 211. ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ചൊന്ന് ചെയ്തതാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താലും ഇത് തന്നെ എക്സാക്ട് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും.